നെയ്യാറ്റിൻകരയിലെ 52-കാരിയെ 27-കാരൻ ഭർത്താവ് ഷോക്കടിപ്പിച്ചു കൊന്നു. ഈ സംഭവം 2020 ഡിസംബർ 25 രാത്രിയിലാണ് ഉണ്ടായത്. നെയ്യാറ്റിൻകരയിലാണ് ഉണ്ടായത്. 52-കാരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് 27-കാരനാണ്. അന്നത്തെ പത്രങ്ങളിൽ വലിയ വിവാദമായ വാർത്തയായിരുന്നു ഇത്. 52-കാരിയായ ശാഖാകുമാരി അവര് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ധാരാളം സ്വത്തുള്ള സ്ത്രീയാണ്. അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവർ ആശുപത്രിയിൽ എന്തോ ഒരു ട്രീറ്റ്മെന്റ് പോയി. ആ സമയത്ത് അവിടെ വെച്ചൊരു ഇലക്ട്രീഷ്യനെ പരിചയപ്പെട്ടു. അയാളുമായിട്ട് കൂടുതൽ അടുത്തു. അയാളാണ് അരുൺ. അയാൾക്ക് ഇവരോട് അടുപ്പം തോന്നി. രണ്ടുപേരും സ്നേഹത്തിലായി, പ്രേമത്തിലായി. പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതുവരെ വിവാഹം വേണ്ട എന്ന് കരുതിയിരുന്ന ശാഖാകുമാരിക്ക് തനിക്കുള്ള അമിതമായ സ്വത്തുക്കൾ ഒരു അവകാശി വേണം, ഒരു കുട്ടി ഉണ്ടാകണം. 52-ാമത്തെ വയസ്സിലാണ് ആഗ്രഹം ഉണ്ടായത്. ഇയാൾക്ക് തന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് അരുൺ പറയുന്നു. അപ്പോൾ അവർക്കൊരു മോഹം ഉദിച്ചു. ഏതായാലും അയാളുമായിട്ട് അടുത്തു ശാഖാകുമാരി. രണ്ടുപേരും തമ്മിൽ പ്രേമബദ്ധരായി. അവസാനം അവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾ ചില കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചു. ഇവർക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്. കല്യാണത്തിന് 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവും വേണം. അത് അവർ അംഗീകരിച്ചു. അത്രയും തരാം, സ്വത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് വിവാഹം കഴിക്കുന്ന വിവരം തൻ്റെ വീട്ടുകാരറിയരുത് എന്ന് അരുൺ പറഞ്ഞു. അത് സമ്മതിച്ചു. ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, അതും സമ്മതിച്ചു. എന്തായാലും പള്ളിയിൽ വെച്ച് വിവാഹം നടന്നു. അതുകൊണ്ട് ശാഖാകുമാരി അതിൽ വലിയ സന്തോഷവതിയായി. വിവാഹം ഇവരുമായിട്ട് അടുക്കും തോറും വിവാഹത്തിന് മുമ്പ് തന്നെ ഇയാൾ അവരിൽ നിന്ന് പണം ചോർത്താൻ തുടങ്ങി. ഒരു കാർ വാങ്ങിച്ചു, ഒരു 2 വീലർ വാങ്ങിച്ചു. അയാളുടെ സ്വന്തം ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ. ഇയാൾ തിരുവനന്തപുരത്തെ നഗരത്തിലെ പല പ്രശസ്തമായ ആശുപത്രിയിലെ ഇലക്ട്രീഷ്യനായിരുന്നു. അവിടെ നമുക്കറിയാം, അവിടുത്തെ മേജറായിട്ടുള്ള വർക്കുകളെല്ലാം അതിൻ്റെ ഡിഫക്റ്റുകളെല്ലാം കണ്ടുപിടിച്ച് ചെയ്യുന്ന വ്യക്തി തന്നെയായിരുന്നു ഇയാൾ. അപ്പം ഇയാൾക്ക് ഇങ്ങനെയുള്ള അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ആശുപത്രി വെച്ച് പരിചയപ്പെട്ട ഈ സ്ത്രീയുമായിട്ട് അടുപ്പം തോന്നി. അവരുടെ സ്വത്ത് മോഹിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ അവരുമായിട്ട് അടുത്തത് എന്ന് ആ കൊലപാതകത്തോട് നമുക്ക് മനസ്സിലാവും. ഏതായാലും ഈ ഒരു സംഭവം 2020 ഡിസംബറിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിന് 2-3 മാസം മുമ്പാണ് ആ വിവാഹം. അത് പത്രങ്ങളിൽ വലിയ വാർത്തയായി. 52-കാരിയെ 27-കാരൻ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ ഒരു വാർത്തകൾ വന്നു. ഏതായാലും അതാരും മൈൻഡ് ചെയ്തില്ല. ശാഖാകുമാരിയെ കൊന്ന് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കണം. താനാണ് ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഭർത്താവ്, അവരുടെ സ്വത്തിന് മുഴുവൻ അവകാശി താനാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം അയാൾ അങ്ങ് നീങ്ങി. അയാൾക്ക് ക്രിസ്മസ് ദിനത്ത് കുറച്ച് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നു. ഡിസംബർ 25 അത് അവർ വന്നപ്പം എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടുത്തെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്ത് എല്ലാവരും പിരിഞ്ഞു പോയി. ഇയാളുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. വിവാഹത്തിന് ഇയാളുടെ ഒരു സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇയാളുടെ വീട്ടുകാർ അറിഞ്ഞില്ല. അവർ പിന്നീട് അറിഞ്ഞു. പക്ഷെ ഇയാള് ഭാര്യയുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. ഇയാളുടെ ദുരുദ്ദേശം തുടക്കം മുതലേ നമുക്കറിയാം. ഇയാൾക്കൊരു കാർ വേണം, ഇയാൾ ഒരു ഇലക്ട്രീഷ്യൻ മാത്രമാണ്, ഇയാൾക്ക് സ്വത്തുക്കളില്ല, വരുമാനം കുറവ്. കാറ് ഇവരെ നിന്ന് കമഴ്ത്തി. പിന്നെ ഒരു 2 വീലർ വാങ്ങിച്ചു. അതിനുശേഷമാണ് കല്യാണത്തിന് നിബന്ധന വെച്ച് 50 ലക്ഷവും അതുപോലെ തന്നെ 100 പവനും വാങ്ങിച്ചെടുത്തത്. ഏതായാലും ഇയാള് അവരെ കൊല്ലാൻ തീരുമാനിച്ചു. ക്രിസ്മസ് രാത്രിയിൽ എല്ലാവരും പിരിഞ്ഞ ശേഷം ഇയാൾ രാത്രി 1:30 മണിക്ക് അയാളുടെ ബെഡ്റൂമിൽ വെച്ച് ഇവരുടെ കഴുത്തും മുഖവും ചേർത്ത് പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ചു. അവർ മരിച്ചിരിക്കാം എന്ന് കരുതുന്നു. മരിച്ചിരിക്കാനുള്ള സാധ്യതയും കുറവാണ്. മരിച്ചു എന്ന് കരുതി ഇയാള് കട്ടിലിൽ നിന്ന് അവരെ വലിച്ചിഴച്ച് ഹാളിലോട്ട് കൊണ്ടുപോയിട്ടു. അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരു സോക്കറ്റില് ആ ക്രിസ്മസ് ട്രീയുടെ ആ ബൾബുകളും LED ബൾബുകളെല്ലാം ഇങ്ങനെ കത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിലെ ഇവരെ കൈത്തണ്ടയില് ഒരു വയറ് ഘടിപ്പിച്ചു. ഒരെണ്ണം മൂക്കിനകത്ത് ഇട്ടു. അതിനുശേഷം അയാളെ സ്വിച്ച് ഓൺ ചെയ്തു ഇവരെ ഷോക്കടിപ്പിച്ച് കൊന്നു.
അതിനുശേഷം വെളുപ്പിന് 6 മണിയോടുകൂടി ഈ അയൽവക്കത്തെ വീട്ടിലോട്ട് ചെന്ന് അവരെ അറിയിച്ചു വൈഫിന് ഷോക്ക് അടിച്ചു എന്ന്. അവരെല്ലാവരും കൂടെ ഓടി വന്നു. നോക്കിയപ്പം അവരുടെ മൂക്കിനകത്തൂടെ ഒരു വയറ് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൈത്തണ്ടയിലെ വലതുവശത്തെ കയ്യിലെ അവിടെ ഏറ്റവും പ്രോമിനൻ്റ് ആയ ഒരു വെയിൻ അതിൽ കൂടെ അവിടെയും കറണ്ട് പായിച്ചിട്ടുണ്ട്. ഏതായാലും ആൾക്കാരെ വിളിച്ചു വന്നിട്ടും ഇലക്ട്രീഷ്യനായ ഇയാള് ആ കറണ്ടിന്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാതെ ഇട്ടിരിക്കുമ്പം നാട്ടുകാർ വന്നപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ മാറ്റുന്നത്. ഒരു ഇലക്ട്രീഷ്യന്റെ ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, കൈഞ്ഞരമ്പിലെ പ്രോമിനൻ്റ് ആയ ആ ഞരമ്പില് അത് ഹോസ്പിറ്റലുകളിലൊക്കെ അത്യാസന്ന നിലയിൽ കിടക്കുന്നവരുടെ അവിടെ സാധാരണ ചെയ്യുന്നതാണ്. അവിടുത്തെ ഇലക്ട്രീഷ്യന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഇയാൾക്കുണ്ട്. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത് കോടതി കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഏതായാലും മരണം ഉറപ്പിച്ചു ഇയാള്. അതിനുശേഷം പോലീസിന് സംശയമായി, നാട്ടുകാർക്ക് സംശയമായി, കേസെടുത്തു. ആ കേസിനെ അനുബന്ധിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിനകത്ത് കഴുത്ത് ഞെരിച്ചും ഷോക്കടിപ്പിച്ചും കൊന്നു എന്ന് ഒപ്പീനിയൻ കിട്ടും. അത് തന്നെയല്ല, ഇയാളൊരു ഇലക്ട്രീഷ്യനായിട്ട് എന്തുകൊണ്ടാണ് ആ കണക്ഷൻ ഇയാൾ വിടിയിക്കാഞ്ഞത് എന്ന ഒരു സാധാരണഗതിയിലെ ഒരു യുക്തിഭദ്രമായ ഒരു ചോദ്യം തന്നെയാണ്. വെള്ളട പോലീസ് സബ് ഇൻസ്പെക്ടർ സദാനന്ദനും രാജതിലകനും ASI ശ്രീകലയൊക്കെ സ്ഥലത്ത് വന്നു. അവർക്ക് തന്നെ അത് സംശയമായി. ഏതായാലും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടവും ചെയ്തു. കേസിന്റെ അന്വേഷണം അവിടുത്തെ ഇൻസ്പെക്ടർ ശ്രീകുമാർ ഏറ്റെടുത്തു. ഏതായാലും വളരെ കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് നടന്നു. 44 സാക്ഷികളുണ്ടായിരുന്നു, 81 രേഖകളുണ്ടായിരുന്നു, വയർ ഉൾപ്പെടെയുള്ള ബൾബുകൾ ഉൾപ്പെടെയുള്ള 41 വസ്തുക്കളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഏതായാലും പാറശാലയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ചു അജിത് കുമാർ, അഡ്വക്കേറ്റ് മഞ്ജിത്തുമാണ് ആ കേസ് നടത്തിയത്. എന്തായാലും അഡീഷണൽ ജില്ലാ ജഡ്ജി ആയ AM ബഷീറിന്റെ വിധി വന്നു. റയർ കേസാണ് ഇതെന്നുള്ള വാദഗതി ഏതായാലും കോടതി അംഗീകരിച്ചില്ല. അയാൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഏതായാലും പാറശാലയിലെ ആ പ്രോസിക്യൂട്ടർ തീർച്ചയായിട്ടും അജിൽ കുമാറിന്റെ പ്രവർത്തനം കേസിന്റെ എല്ലാ എവിഡൻസുകളും കോടതിയുടെ മുമ്പിൽ അപ്പോൾ ഹാജരാക്കി. അത് തന്നെയല്ല, ഫോറൻസിക് ഡോക്ടറെ എക്സാമിൻ ചെയ്ത് അതിനകത്തുനിന്ന് വന്ന ആ എവിഡൻസ് വലത് കൈയിലെ ഏറ്റവും വലിയ മുന്തിയ ആ വെയിലിലേക്ക് കറണ്ട് പായിച്ചു, മൂക്കിനകത്തൂടെയും കറണ്ട് പായിച്ചു. അങ്ങനെ പെട്ടെന്ന് അവർക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകും. അത് ആണ് ഹോസ്പിറ്റലിലൊക്കെ നമുക്കറിയാം. അത്യാസന്ന നിലയിൽ അവരുടെ അവസ്ഥ അതെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഇലക്ട്രിക്കൽ ഫെയിലിയർ ഉണ്ടാകാതെ, ആ സിസ്റ്റത്തിനുണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോഴും ആ രീതിയിലുള്ള ഒരു കറണ്ടിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാകണം. അതിനൊരു നല്ലൊരു ഇലക്ട്രീഷ്യൻ്റെ സാന്നിധ്യം വേണം. ഇതൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ശാഖാകുമാരിയെ കൊന്നതെന്ന് കോടതിയിൽ സ്ഥാപിക്കാനും പറ്റി. ഏതായാലും ആ ഒരു കേസിന്റെ വിധിയോടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ ഇതിനകത്ത് നിർത്താം. കാരണം ഇയാൾ സ്വത്ത് മോഹിച്ചുകൊണ്ട് തന്നെയാണ് ആ ശാഖാകുമാരിയെ കല്യാണം കഴിച്ചും അവരുടെ സ്വത്ത് അടിച്ചെടുക്കുന്നതും. അതിന് 50 ലക്ഷവും 100 പവനും ആദ്യം. അതിനു മുമ്പ് തന്നെ അയാൾ ഒരു കാറും 2 വീലറൊക്കെ അവരുടെ സ്വത്തിൽ നിന്ന് വശത്താക്കി. ആ പാവം പിടിച്ച സ്ത്രീയെ വളരെ മുഖത്തോടെ ഒരു കുട്ടിയെ വളർത്തി ആ കുട്ടിക്ക് സ്വത്തുക്കൾ കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ വന്നതുകൊണ്ടാണ് ഇവര് കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഇവർ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവിക മരണത്തിൽ ഇവർ പോയെങ്കിൽ ആ സ്വത്തിന്റെ അവകാശം വിവാഹം കഴിച്ച ഭർത്താവിന് അതിനെ ലഭിക്കും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് അവർക്ക് കുട്ടിയെ സമ്മാനിക്കാതിരുന്നതും എന്നൊരു ചിന്തയും കൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്. ഏതായാലും വളരെ അധികം പബ്ലിസിറ്റി ഉണ്ടായിരുന്ന ഒരു വിവാഹമായിരുന്നു അത്. അതിനുശേഷം അവരുടെ മരണം 2-3 മാസത്തിനകം ഉണ്ടാകുകയും ചെയ്തു.